ഇന്ന് തോട്ടത്തിലേക്ക് വെറുതെ ഒന്നിറങ്ങിയതാട്ടോ. എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പണിയെടുക്കാനൊന്നും സമയമില്ല. എന്നാലും ഇവരുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് ഒന്ന് തലോടി ഒന്ന് നനച്ചൊക്കെ ഒന്ന് പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴാണിതാ നമ്മളെ തക്കാളിമേൽ പൂവിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അമ്പലവയലിൽ പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുന്ന് വാങ്ങിയ വിത്തുകളാണ് കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ കുറേ വിത്തുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ബീറ്റ്റൂട്ടിൻ്റെ വിത്ത് ഞാൻ 2 ദിവസം മുമ്പ് അതിൽ പാകിയും. അപ്പോൾ ഇതാ ഏറെക്കുറെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് ഇവരൊന്ന് മാറ്റി കുഴിച്ചിടണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീറ്റ്റൂട്ട് ഇങ്ങനെ പാകുന്നതും നടുന്നതൊക്കെ. കുറച്ച് മുമ്പ് ഞാൻ 2-3 ബീറ്റ്റൂട്ടിൻ്റെ നോക്കാലോ ഉണ്ടാവുമെന്നില്ലേ. അപ്പം ഇതും അന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നിത്യവഴുതനൻ്റെ തൈയാണ്. ഒരുമിച്ച് പാകിയതാണെങ്കിലും എന്താ ചിലത് ഈ പരുവായിട്ടേ ഉള്ളൂ. 2 എണ്ണം അതാ ഉഷാറായിട്ടുണ്ട്. ഇത് നമ്മളെ ടെറസിൻ്റെ മുകളിലുള്ള പയറാണ് കേട്ടോ. ഇതാ വള്ളിമേൽക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ പയർ ചെടിയിൽ മുഞ്ഞൻ്റെ ആക്രമണം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇനി അവരെ പ്രതിരോധിക്കാനുള്ള വഴി നോക്കണം. ഇത് നമ്മളെ മാവാണേ, മൂവാണ്ടൻ മാവ് നിറയെ പൂത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് ചെറിയ ഉണ്ണിമാങ്ങകളൊക്കെ ഒരുപാട് വീണ് പോകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ പയറിൻ്റെ കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ്. വള്ളിയൊക്കെ വീശി തുടങ്ങുന്നതിന് മുമ്പ്, കയറൊക്കെ കെട്ടി തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോ കേട്ടോ. പിന്നെ എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.